ചമ്മിപ്പോയത് ആരും അറിയാതിരിക്കാൻ മുഖം മറച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ന്യൂസ് 80ക്ക് ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം ഒരാളിങ്ങനെ വിളിച്ച് നിരന്തരം സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ന്യൂസ് 18 മാത്രമല്ല, ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട്. അപ്പം ഞാൻ 20 പ്രാവശ്യം വിളിക്കേ, എനിക്കെന്താ പിരാന്തുണ്ടോ എന്ന് ചോദിക്കുന്ന ആളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ചമ്മിയത് ആരും അറിയത്തില്ല, ആരും കണ്ടിട്ടില്ല, നിങ്ങൾക്ക് മാത്രമേ ഓർമ്മയുള്ളൂ. ഇത് എല്ലാവരും വിളിച്ചിട്ടും ഞാൻ മോശ എന്ന് പറയുന്ന നേരം കൊണ്ട് സ്വയം നന്നായിക്കൂടെ നിങ്ങൾക്ക്? അതല്ലേ നല്ലത്. എന്നാത്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഇറക്കുന്നത്? നിങ്ങൾക്ക് സ്വയം നന്നായിക്കൂടെ? നിങ്ങൾ പറയുമ്പോൾ ആ പെറ്റി കേസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ എല്ലാവരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ഞാൻ എൻ്റെ മര്യാദ വെച്ചിട്ട് എന്നെ വിളിപ്പിക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ അങ്ങോട്ട് കയറി വിളിച്ചതാണ്. അപ്പോൾ 20 പ്രാവശ്യം നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവില്ല, ഒരു 19 പ്രാവശ്യം സെറ്റ്. അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ 20 പ്രാവശ്യമോ 19 പ്രാവശ്യമോ 100 പ്രാവശ്യമോ വിളിച്ചാലും എനിക്കൊരു വിരോധവുമില്ല. ഒരാളുടെ നാവാല ഇങ്ങനെ നിരന്തരം നമ്മളെക്കുറിച്ച് മോശം പറയുമ്പോൾ നമ്മളൊരിക്കലും മോശക്കാരിയാവൂല. നമ്മൾ മോശക്കാരിയാവണമെന്നുണ്ട് നമ്മളും കൂടി തീരുമാനിക്കണം, എന്നാലേ നമ്മൾ മോശക്കാരിയാവുള്ളൂ. ഇപ്പം 1000 കുടത്തിൻ്റെ വാ കെട്ടി മൂടിയാലും ഒരു മനുഷ്യൻ്റെ വാ കെട്ടി മൂടാൻ പറ്റത്തില്ല എന്ന് കേട്ടിട്ടുണ്ടോ? ആ ഒരാളാണ് താൻ. ഞാൻ അത്രേ കണക്കാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ മോശമാണ് എന്ന് ഓരോരുത്തരോട് വിളിച്ച് പറയുമ്പം തന്നെ എങ്ങനെയാണ് മറ്റുള്ളവർ നിലവാരം അളക്കുന്നതെന്നുള്ളതും കൂടിയും ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാം. തനിക്കതൊരു വിഷയമല്ലേ, താനെന്തിനാ എനിക്കറിഞ്ഞ അന്വേഷിക്കണം? ഞാനത് ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ താൻ എന്തിനു വിളിക്കാൻ പോയി? പിന്നെ ന്യൂസ് 80ക്ക് മാത്രമല്ല, ഞാൻ പൊതുവെ വിനയകുലീതമായിട്ടുള്ള സംസാരമാണ്, കുലീനത കേട്ടോ. അപ്പം ഇങ്ങനെ സ്വയം വന്നിട്ട് നാറുന്നേക്കാട്ടിലും നല്ലത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തൂടെ? പാർട്ടി പ്രവർത്തനമല്ലേ? പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുമോ? എൻ്റെ പുറകെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് എന്നെ ഒതുക്കണമെന്ന് വിചാരിച്ചാൽ, ഞാൻ ഒതുങ്ങണമെന്ന് വിചാരിച്ചാലേ ഞാൻ ഒതുങ്ങുള്ളൂ, അല്ലാതെ എന്നെ നിങ്ങളെ ഒതുക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ ഞാനൊരു തെറ്റും കുറ്റവും ചെയ്യാത്തിടത്തോളം ഞാൻ സേഫാണ്. തെറ്റും കുറ്റവും ചെയ്ത് നിങ്ങളൊക്കെ പറയും പോലെ എൻ്റെ പുറകിൽ വലിയ വലിയ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പാർട്ടിയിലുള്ളൊരു മെമ്പറല്ലേ? നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, പാർട്ടി പിടിപാട് വെച്ചിട്ട് ഒരു നിമിഷം കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുമല്ലോ. ഒരുപാട് സമയമൊന്നും പോകണ്ടല്ലോ, ജസ്റ്റ് ഒരു നിമിഷം കൊണ്ട് കിട്ടും. പിന്നെ എന്നാത്തിനാണ് നിങ്ങളിതിന് ബേജാറാവുന്നത്? അപ്പോൾ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല, അപ്പം ഇല്ലാവചനം പറയുക എന്നുള്ളതാണ് ആകെ കിട്ടുന്ന ഒരു കാര്യം. അത് നിങ്ങളെ കൊണ്ട് പറ്റും പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ആളുണ്ട്, ആളോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കുറ്റം പറയുന്നതിൽ കുഴപ്പമില്ല, ആ കുറ്റം പറയുന്നത് നമ്മളിലേക്ക് എത്താതിരിക്കാനുള്ള വകുപ്പോടി നോക്കണമെന്ന്. നിങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചു, പിന്നെ നിങ്ങൾ വലിയ പിടിപാടുള്ള ആൾ. നിങ്ങൾ പണ്ടങ്ങണ്ട് ഞാൻ ബേബി മെമ്മോറിയലിൽ കിടന്ന സമയത്ത് ICUലേക്ക് വിളിച്ച് ചോദിച്ച ആളാണ്. അപ്പോൾ അത്രമേൽ ഞാൻ പൂനൂർ പോയ എൻ്റെ വാപ്പ വണ്ടിമേൽ ഫോട്ടോ വെച്ചത് ഒരാഴ്ചത്തേക്കാണ് പൂനൂർ നിങ്ങളോട് ആൾ വിളിച്ച് പറഞ്ഞു. ഞാൻ ബേബി മെമ്മോറിയലിൽ ചുമ്മാ സുഖവാസത്തിന് പോയി കിടന്നതാണ്. ബേബി മെമ്മോറിയലിൽ ആളെ വിളിച്ച് പറഞ്ഞു. കൊയിലാണ്ടി സ്റ്റേഷനിൽ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊയിലാണ്ടി SI വിളിച്ച് പറഞ്ഞു. പിന്നെന്തായിരുന്നു, ഇവിടുത്തെ നാട്ടുകാർ നിങ്ങളെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞാൻ ചുരിദാർ എടുക്കാൻ പോയപ്പം ബനാറസിൽ നിന്ന് എൻ്റെ മുതലാളി നിങ്ങളെ വിളിച്ച് പറഞ്ഞു, അല്ല കേട്ടോ അത് ഞങ്ങൾ അത്തരം പറഞ്ഞ, സത്യമായിട്ട് ഞങ്ങൾ അത്തരം പറഞ്ഞ, അങ്ങനെ ചെയ്തിട്ടില്ല.
ബനാറസിൻ്റെ ഓണർ അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ ഞാനൊരു ജഡ്ഡി വാങ്ങിയാൽ പോലും നിങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങളെ വിളിച്ച് പറയാൻ ആൾക്കാരുണ്ട്. ശ്വാസം വിട്ട് ആരോ വിളിച്ച് പറഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം നിങ്ങൾ പിടിപാട് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചൂടെ എൻ്റെ പുറകിൽ ആരാ ഉള്ളതെന്നുള്ളത്? അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ വേറെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. എൻ്റെ പേരിലുള്ള FIR കോപ്പിയും ഞാൻ കള്ളക്കേസ് കൊടുത്തതും എനിക്ക് ഏകദേശം 15 ലക്ഷം രൂപ ഒരു കേസിന് ഞാൻ കൊടുത്തു ഒതുക്കിയതും അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഈ നിസ്സാര സംഭവമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. അപ്പം വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തെ BJP നേതാവ് മുകുന്ദേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മുകുന്ദേട്ടൻ്റെ നമ്പർ വേണം ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കാം. ഇവിടെ 2 വീട് അപ്പുറം. അപ്പോൾ മുകുന്ദേട്ടനെ വിളിച്ച് ചോദിക്കും. അല്ല, BJPൻ്റെ ഓഫീസിലുള്ള ആൾക്കാർ ആരുടെയും നമ്പർ കിട്ടാഞ്ഞിട്ടാണ്. പിന്നെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ തന്നെ സ്വയം ആത്മഹത്യ ചെയ്തു. അത് എന്തോ സെക്രട്ടറി പ്രസിഡൻ്റോ എങ്ങാണ്ടാണ്. അവരുടെ നമ്പർ എനിക്ക് തരാൻ പറ്റില്ല. അപ്പോൾ മുകുന്ദേട്ടൻ്റെ നമ്പർ ഞാൻ തരാം, നിങ്ങൾ വിളിച്ചന്വേഷിക്കും. വേണ്ടി വരില്ല, നിങ്ങൾക്ക് കൊയിലാണ്ടി പാർട്ടിക്കാരൊക്കെ വിളിച്ച് അങ്ങോട്ട് ന്യൂസ് തരുന്നുണ്ടല്ലോ, അതിനൊണ്ട് ആവശ്യം ഉണ്ടാവില്ല. ഏതായാലും ചമ്മിയത് ആരും അറിയത്തില്ല, ഒരാളും അറിഞ്ഞൂടാ. അങ്ങനെ വിചാരിച്ച് സ്വയം സമാധാനിക്ക്. ഓക്കെ, ടാറ്റാ.